ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യെശയ്യാ 59:1 രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. യെസ്, നീ ഇന്ന് തകർച്ചയുടെ വക്കിലാണോ? നീ തളർന്നിരിക്കുകയാണോ? എഴുന്നേൽക്കുക. കാരണം നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവൻ നിന്നോടൊപ്പമുണ്ട്. വിശ്വസിക്കുക. നമ്മുടെ ദൗത്യം ദൃഢമായി വിശ്വസിക്കുക എന്നുള്ളതാണ്. ദൈവവചനത്തിലൂടെ, ദൈവവചനം വിശ്വസിക്കുന്നവരിലൂടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അതുതന്നെയാണ് ഫിലിപ്പി 4:13 തമ്പുരാൻ അരുളി ചെയ്യുന്നത്. നിന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് കഴിയും. അതാണ് തമ്പുരാൻ്റെ വാഗ്ദാനം. നെപ്പോളിയൻ ചക്രവർത്തി കാഴ്ചയിൽ കുറിയവനായിരുന്നു, എങ്കിലും അവൻ യുദ്ധത്തിൽ ഒന്നാമനാകുമായിരുന്നു. കാരണം അവൻ്റെ നിഘണ്ടുവിൽ അസാധ്യമെന്നൊരു വാക്കില്ല. ഹി ഓൾവേസ് സേസ് ദാറ്റ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ, എവറിതിങ് ഈസ് പോസിബിൾ. യെസ്, ഈ ഒരു ദൃഢമായ കാഴ്ചപ്പാട് അതാണ് നമുക്കും വേണ്ടത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ തന്നെ രണ്ട് ചിന്തകളുണ്ട്. ഐ ക്യാൻ, ഐ കാൺട്ട്. എനിക്ക് കഴിയും, എനിക്ക് കഴിയില്ല. നിങ്ങൾ ഏതിനാണോ കൂടുതൽ ശക്തി കൊടുക്കുന്നത് അത് പ്രബലപ്പെടും. കാരണം എനിക്ക് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെങ്കിൽ എല്ലാം എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കും. അതുതന്നെയാണ് ഫിലിപ്പി 4:13 കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ചിന്തകളെ ശ്രദ്ധിക്കുക. നാം എന്ത് ഇൻപുട്ടാണോ ഉള്ളിലേക്ക് കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് ഔട്ട്പുട്ട് പുറത്തേക്ക് വരുന്നത്. ഈ എക്സ്റ്റേണൽ വേൾഡിനെ കഴിഞ്ഞും ഇൻറ്റേർണൽ വേൾഡ് എന്നൊരു സംഭവമുണ്ട്. നമ്മുടെ ഇന്നർ വേൾഡ്, നമ്മുടെ ഉള്ളിൽ ഒരാളുണ്ട്. ആ ആൾ വളരെ ശക്തനാണ്. അത് ബൈബിളിൽ അരുളി ചെയ്യുന്നുണ്ട്. പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണ് ഉള്ളിലുള്ളവനെന്ന്. യെസ്, അത് തിരിച്ചറിയുന്നവരാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. നമുക്ക് ഈ തിരുവചനത്തിൻ്റെ അഭിഷേകം നമ്മിലേക്ക് പകർന്നു തരുവാൻ വേണ്ടി നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ നല്ല തമ്പുരാനെ, അസാധ്യമെന്നൊരു വാക്ക് ഞങ്ങളുടെ നിഘണ്ടുവിൽ ഉണ്ടാകാൻ പാടില്ല. ഈശോനാഥ, ഫിലിപ്പി 4:13 അങ്ങ് അരുളി ചെയ്യുന്ന ആ വാക്യം ഞങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുവാൻ കർത്താവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ആമേൻ.